എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള അതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്സയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഒരു ഫ്രൈ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പിസ്സയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മാവ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പിസ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേപോലെ ഇതിൻ്റെ ഫില്ലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്രീമിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പിസ്സ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു പിസ്സ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വരുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഈ ഒരു സ്പൈസി ആയിട്ടുള്ള പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1.5 കപ്പോളം വരുന്ന മൈദ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അപ്പോൾ അതുപോലുള്ള ഒരു കപ്പിൽ കറക്റ്റ് 1.5 കപ്പോളം വരുന്ന മൈദ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും അത് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരും. ആ ഒരു വെള്ളം നമുക്ക് ഈ ഒരു മൈദയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഈ ഒരു മൈദക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പാൽപ്പൊടിയും ആ ഒരു ഈസ്റ്റൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ, അതായത് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മൈദ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയേക്കാളും ഇച്ചിരി ഒന്ന് ലൂസായിരിക്കണം കേട്ടോ നമ്മുടെ മാവ് എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടെന്ന് പറയുന്നത് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. നമുക്ക് കൈ ഒക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂട് മാത്രം കേട്ടോ. നമുക്ക് കൈ കുത്തിയാൽ അത് പൊള്ളാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി മാവിനേക്കാളും ഇച്ചിരി ഒന്ന് ലൂസായിരിക്കണം. അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു മാവ് അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവ് നമുക്ക് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതുപോലുള്ളൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് മാവ് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാവിൻ്റെ മുകളിലോട്ടായിട്ടും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മുടെ മാവ് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ നന്നായിട്ട് അങ്ങോട്ട് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു മാവ് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുന്നില്ല. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് ആ ഒരു ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ്, അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സോയ സോസിലൊക്കെ ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനും വെക്കുന്നൊന്നുമില്ല, നേരിട്ട് തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ ഒരു പാനിൽ കുറച്ച് ഓയിൽ, അതായത് ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി ചിക്കൻ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ നമ്മുടെ ഈ ഒരു ഫ്രൈ പാനിൽ അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതേ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു കുഞ്ഞു തക്കാളി, അതേപോലെ ഒരു കുഞ്ഞു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളിക്കും അതേപോലെ നമ്മുടെ സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും അതേപോലെ സവാളയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല, കട്ടയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇതേ ആ ഒരു പാനിൽ, അതായത് നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അധികം ചൂടുണ്ടാകാൻ പാടില്ല. ചൂടുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇട്ട വശം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. ഒന്നെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണ ഒന്ന് ചൂടായിട്ട് നിങ്ങൾ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തെടുക്കുക. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഒരു മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളിപ്പോഴും മിക്സിയുടെ ജാറിൽ അരച്ചിട്ടെടുത്തിട്ടുള്ള ആ ഒരു സവാളയുടെയും അതേപോലെ തക്കാളിയുടെയും ആ ഒരു പേസ്റ്റ് നമുക്കിതിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു സോസ് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു സോസ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്താൽ മാത്രമേ ആ ഒരു സവാളയുടെയും ആ ഒരു തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ ഒരു സോസ് ഒന്ന് കുറുകി വരണം. അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് കൂടി പോകണ്ട. നമ്മൾ നേരത്തെ സവാളയ്ക്കൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു സോസിന് നല്ലൊരു ഫ്ലേവറിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ സോസിന്. ആ ഒരു നല്ലൊരു എരിവും അതിൻ്റെ ഇടയിൽ ഒരു ഇളം മധുരവും, അപ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇത് നമ്മുടെ സോസൊക്കെ നന്നായിട്ട് കുറുകി വറ്റിയത് കറക്റ്റ് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കുക. ഉപ്പോ മധുരോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഈ ഒരു സോസിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചൂടിലിരുന്ന് ബട്ടർ പതുക്കെ അങ്ങോട്ട് മെൽറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈസ്റ്റൊക്കെ ഒരുപാട് പഴയതെടുക്കാൻ പാടില്ല കേട്ടോ. പഴയതെടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരില്ല. പൊങ്ങി വന്നെന്ന് കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറുള്ളൂ. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇതുപോലൊന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ആ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പിസയ്ക്കുള്ള ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തി പോലെ ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതേപോലെ പരത്തിയെടുക്കുന്നതിന് മുന്നേ ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തി കോല് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് നൈസാവാൻ പാടില്ല, അതേപോലെ ഒരുപാട് ബലം കൊടുത്തിട്ടും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതുപോലെ സിമ്പിളായിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ളൊരു പാനിലാണ് നമ്മൾ പിസ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മാവ് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ഈ ഒരു പാനിലോട്ടൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ സൈഡൊക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊക്കെ നമ്മുടെ ഫില്ലിങ്സ് കറക്റ്റ് രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡൊക്കെ ഇതുപോലെ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതെ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു മാവ് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു പാന് ഈ ഒരു മാവ് ചൂടാവുന്ന സമയത്ത് ഒട്ടും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കുത്തി കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഹോൾസ് ഇട്ട് കൊടുത്താലും മതി.
ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസി ആയിട്ടുള്ള സോസ് ഈ ഒരു മാവിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോസ് ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മതി. എന്തായാലും ഈ ഒരു അളവിൽ ഞാൻ സോസ് ഇതിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വൈറ്റ് സോസാണ് കേട്ടോ. നമ്മൾ പാസ്തയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പാസ്ത സോസ് റെഡിയാക്കി എടുക്കാം. അത് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാസ്ത സോസിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പാസ്ത സോസും അതായത് നമ്മുടെ വൈറ്റ് സോസും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ സവാള ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ വെജിറ്റബിൾസ്, അതായത് പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മയോണൈസ് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു സ്പൂണിലൊക്കെ എടുത്ത് മാറ്റി ഇതുപോലെ അങ്ങോട്ട് ചുറ്റുഭാഗത്തായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മയോണൈസൊക്കെ ആ ഒരു കറക്റ്റ് വെജിറ്റബിൾസിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ആ ഒരു ചൂടിലിങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ മയോണൈസ് ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മയോണൈസ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ പിസയ്ക്കൊക്കെ ആകുമ്പോൾ മയോണൈസ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാവുക. ഇനി നിങ്ങളുടെ ഫ്ലേവറിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് മൊസറല്ല ചീസാണ് കേട്ടോ. ഇനി ചീസ് ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കറക്റ്റ് പിസയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീസ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചീസ് കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ചും കൂടി വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഉപയോഗിക്കാത്തൊരു പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമ്മുടെ പിസയുടെ ആ ഒരു പാന് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 മിനിറ്റ്. അപ്പോൾ ഇതേ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കക്കിരിയും കൂടി, അതായത് കുക്കുംബർ കേട്ടോ, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയതാണ്. പകുതി ഒന്ന് വേക്കായ സമയത്താണ് എനിക്കത് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്, അതേപോലെ നല്ല ക്രീമി ആയിട്ടുള്ള പിസ്സയും കൂടിയാണ് കേട്ടോ. നമ്മൾ ആ ഒരു വൈറ്റ് സോസും മയോണൈസും ആ ഒരു ചീസൊക്കെ മെൽട്ടായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും അത്രയും ടേസ്റ്റി ആയിട്ട് അത്രയും നല്ല ക്രീമി ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. പിന്നെ പിസ്സ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് എല്ലാതും കാണാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.